ചട്ടപ്പടി ഇങ്ങനെ ഫയൽ ഒന്നിട്ട് ഫയലിൻ്റെ അകത്ത് 10,000 ഒബ്ജക്ഷൻസ് വെച്ച് ഒരാളെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ പറ്റും. അത് കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാറുള്ളത്. അപ്പം ഞാൻ തുറന്ന് ശപിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞു ശാപം കിട്ടും നിങ്ങൾക്ക് എന്ന് ഞാൻ പറഞ്ഞു. അത് കിട്ടുന്നുള്ള ഉറപ്പാണ്. അത് ആർക്കായാലും കിട്ടും. കാരണം അത്രയേറെ കോർപ്പറേഷൻ ഇഷ്ടം പോലെ ലാഭം ഉണ്ടായാലും അതിനെ എന്ത് ചെയ്യാനാ, അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ ആളില്ലാതെ വരികയാണ് ഈ ടെക്നിക്കലായിട്ടുള്ള ഒബ്ജക്ഷൻസ് വെച്ചുകൊണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെയൊക്കെ ഞാൻ നോ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. അല്ല, നോന്ന് പല കാര്യത്തിലും പറയേണ്ടി വരും. അത് ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ പറ്റൂ എന്ന് പറയേണ്ടി വരും. പിന്നെ ചിലരൊക്കെ അവരവരുടെ ഔദ്യോഗികമായ സ്ഥാനരംഗത്തിരുന്നുകൊണ്ട് അവർ വിചാരിച്ചതേ നടക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. നമ്മളൊന്നും ഒരു കാര്യവും ഒരാൾക്ക് ഫേവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. നമ്മളത് ഏറ്റവും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും പറയുന്നത്. അപ്പം അതിനോടൊക്കെ അവഗണന കാണിക്കുന്നവരൊക്കെ പിന്നീട് അനുഭവിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ. ഇങ്ങനെ ഒരുപാട് പോയറ്റിക് എന്താ പറയുക, കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയുമല്ലേ കാലത്തിൻ്റെ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 5 വർഷം കൊണ്ട് രാഷ്ട്രീയക്കാരിയായി എന്ന് തോന്നിയോ? ഇല്ല. എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്കറിയാം. രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലുണ്ട്. അങ്ങനെയല്ല, അതല്ല, ഞാൻ എൻ്റെ കക്ഷി രാഷ്ട്രീയത്തിൽ എൻ്റെ ഒരു വിശ്വാസം എന്താ അറിയോ, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന കക്ഷിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനസ്സാണ് എനിക്ക് 100% വിശ്വാസമുണ്ട് എൻ്റെ.